അങ്ങനെ സൂര്യ പറയാൻ ട്ടോ, മാനസിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാൻ തന്നെയാണ് മാഡം. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ഒരു കുഞ്ഞിന്റെ അച്ഛനാവുന്ന തെറ്റാണെങ്കിൽ അത് നിയമവിരുദ്ധമാണെങ്കിൽ എന്ത് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്നും ഇറങ്ങി പോവാൻ ട്ടോ. അപ്പോൾ ഭാവനയോട് കമ്മീഷൻ ചോദിക്കുന്നു, എന്താ ഭാവന, നീ ഈ വിവരം അറിഞ്ഞിരുന്നു മാഡം. ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ഞാൻ നടിച്ചതാണ്. എല്ലാം കേൾക്കുന്ന മാനസ പൊട്ടിക്കരയാണ്. അതേസമയം അജയനും പ്രസീതയും മുഖത്തോട് മുഖം നോക്കിയിട്ട് ചിരിക്കുകയാണ് ട്ടോ. എല്ലാം കേൾക്കുന്ന കമ്മീഷന് അത്ഭുതം തോന്നുകയാണ്. എന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഭാവന, ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഞാൻ എന്നോട് ചോദിക്കാം, ഭർത്താവിന്റെ ഇത്രയും വലിയ തെറ്റ് കണ്ടിട്ട് എങ്ങനെ എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നു? ഭാവന പറയുന്നുണ്ട്, മാഡം, ഇവിടെ എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇത് വലിയൊരു കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് കൂടുതലൊന്നും മാഡം എന്നോട് ചോദിക്കരുത്. അത് കേൾക്കും കമ്മീഷൻ ചോദിക്കുകയാണ്, ഭാവന, നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ സഹിക്കാൻ കഴിയും? അതും സ്വന്തം ഭർത്താവ് തന്നെ ചതിച്ചിടും എങ്ങനെ അവരെ കൂടെ കഴിയാൻ സാധിക്കുന്നു? കൂടുതലൊന്നും പറയാനില്ല മാഡം. ഇതിനെതിരെ പരാതി തന്നവർക്ക് ഇപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാൻ പോവുകയാണല്ലോ ഭാവന. കാരണം സൂര്യ ഗർഭിണിയാക്കിയിരിക്കുന്ന അവിവാഹിതയായ ഒരു പെൺകുട്ടിയാണ് എന്ന് കമ്മീഷൻ പറയാണ്. നിങ്ങൾ എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കാനാണോ ഈ ഒരു കാര്യം പറയുന്നത്? അതിന്റെ കോൺസിക്വൻസ് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഭാവന പറയുന്നത്, ഇതിന്റെ പേരിൽ എന്ത് വന്നാലും അത് ഫേസ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതിലേക്ക് മാനസയും പറയണം, അതെ മാഡം, ഞാൻ ഭാവനയ്ക്കൊപ്പമാണ്. ഈ വിചാരണ കഴിഞ്ഞെങ്കിൽ ഞങ്ങളെ പോവാൻ അനുവദിക്കണം എന്ന് മാനസ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞ് കരയാൻ ട്ടോ. നിങ്ങൾക്ക് പരാതിയൊന്നും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന് കമ്മീഷൻ പറയാം. ഉടനെ തന്നെ മാനസ അവിടെ നിന്നും എഴുന്നേറ്റ് പോവാൻ. അതേസമയം അജയൻ ചിരിച്ചുകൊണ്ട്, ഇല്ല മാഡം, ഞങ്ങൾക്കൊരു പരാതിയുമില്ല എന്ന് പറഞ്ഞ് ചിരിക്കാൻ ട്ടോ. ഞങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണമായിരുന്നു. ഇപ്പോൾ അത് ബോധ്യപ്പെട്ടു. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് പ്രസീതയും അജയനും അവിടെ നിന്നും ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തിറങ്ങിയ ശേഷം വക്കീൽ ചിരിച്ചുകൊണ്ട് വരികയാണ്. എന്താ അജയ, ഞാൻ പറഞ്ഞ ശരിയായില്ല? ഈ കേസിൽ നമ്മൾ തന്നെ ജയിച്ചില്ല. അജയൻ പറയുന്നുണ്ട്, അതേ വക്കീൽ, ഇനി കളി ഞാൻ കളിച്ചോളാം, എനിക്കറിയാം എങ്ങനെ കളിക്കണമെന്ന് എന്ന് പറഞ്ഞ് അവർ 3 പേരും കൂടി അട്ടഹസിക്കാൻ ട്ടോ. ശേഷൻ അജയൻ പറയാണ്, ഇനി എന്റെ ലക്ഷ്യം എന്താണെന്ന് വക്കീലിന് അറിയാമോ? ആ ഭാവനയെ ആ വീട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് പുറത്താക്കണം. എങ്കിലേ എന്റെ മോൾക്ക് സൂര്യയെ സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി ഞാൻ എന്ത് കളിയും കളിക്കും. അജയൻ ധൈര്യമായിട്ട് കളിച്ചോളൂ, എല്ലാത്തിനും എന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് മധുറാം വക്കീലും ഉറപ്പ് കൊടുക്കുകയാണ് ട്ടോ. പിന്നീട് കാണിക്കുന്നത് പുറത്തിറങ്ങിയ മാനസ പൊട്ടിക്കരയാണ് ട്ടോ. അവളെ ആശ്വസിപ്പിക്കാനായി സൂര്യയും ഭാവനയും അവിടെ എത്തുന്നുണ്ട്. ഭാവനയെ കണ്ടതും മാനസ ഭാവനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തോളിക്കിടന്ന് കരയാണ്. ഭാവന പറയുന്നുണ്ട്, മാനസ, നിന്റെ മനസ്സ് നല്ലതായത് കൊണ്ടാണ് അവസാനം വരെ സൂര്യയുടെ പേര് നിന്റെ വായിൽ നിന്ന് വരാത്തത്. അവൾ മാനസ പറയുന്നുണ്ട്, ഞാൻ കാരണം സൂര്യ ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ മോശക്കാരനായില്ലേ? ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സൂര്യ എന്ന് പറഞ്ഞ അവൾ കരയാണ്. സൂര്യ പറയുന്നുണ്ട്, ഇന്ന് നടന്നതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല മാനസ്. ഭാവന എന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഇനി നിന്റെ അച്ഛനും അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല. അവർ എന്തായാലും നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാകും. അവരുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് ആർക്കറിയാം? അങ്ങനെ അവർ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവിടെ നിന്ന്. പിന്നീട് ഭാവന പറയുന്നുണ്ട്, എന്തായാലും നീ മനസ്സ് വിഷമിപ്പിക്കരുത് മാനസ്. അങ്ങനെ അവർ അവിടെ നിന്ന് മാനസയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങാൻ. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ വിജയപത്മനും ജാനകിയും എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ ഗായത്രിയുമായി ചർച്ച ചെയ്യാൻ ട്ടോ ഇന്ന് വനിതാ കമ്മീഷനിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ. സൂര്യക്ക് മറ്റൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് മാനസയുടെ കുഞ്ഞിന്റെ അച്ഛൻ അവനാണെന്ന് സമ്മതിക്കേണ്ടി വന്നത്. അത് വനിതാ കമ്മീഷന് മുന്നിലായി പോയില്ലേ, അതുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ വിജയപത്മൻ പറയാൻ ട്ടോ. അങ്ങനെ സമ്മതിച്ചില്ലെങ്കിൽ ഭാവനയ്ക്കും സൂര്യക്കും എതിരെ കൃത്രിമ ഗർഭധാരണത്തിന്റെ പേരിൽ കേസെടുത്തേനെ. ഇതിപ്പോൾ വല്ലാത്ത കുരുക്കിലാണല്ലോ പെട്ടത് ദൈവമേ എന്നൊക്കെ പറയേണ്ട ഗായത്രി. അപ്പോൾ വിജയപത്മ പറയുന്നുണ്ട്, ഇനി ഇന്ത്യ പ്രശ്നം പതൽ അജയനാണ് ഇത് കേട്ടിരിക്കുന്നത്. അവൻ ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ജാനകി പറയുന്നുണ്ട്, ഇപ്പോൾ ജയനിർമ്മല ആഗ്രഹിച്ചിടത്തേക്കാണ് ഗായത്രി കാര്യങ്ങൾ പോകുന്നത്. ഭാവന ഇങ്ങനെയാകുമ്പോൾ ആ വീട്ടിൽ അധികം പറ്റാകും. അവളെ പുറത്താക്കാനുള്ള ഒരു വഴിയും അവർക്ക് തെളിഞ്ഞു കിട്ടും. ഒരു പ്രാവശ്യം സൂര്യക്ക് വേണ്ടി മണവാട്ടി വേഷം കെട്ടിയവളാണ് മാനസ്. അവളുടെ വയറ്റിലാണ് ഇപ്പോൾ ഭാവനയും സൂര്യയുടെയും കുഞ്ഞി പിറക്കാൻ പോകുന്നത്. ഇതത്ര നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറയാൻ ട്ടോ ജാനകി. ഇതിന്റെ പേരിൽ ഭാവന ചതിക്കപ്പെടാതിരുന്നാൽ മതിയായിരുന്നു എന്ന് മായ പറയാണ്. അപ്പോൾ ഗായത്രി പറയുന്നത്, ആര് എന്റെ മോളെ ചതിക്കാൻ നോക്കിയാലും സൂര്യ എന്റെ മോളെ ഒരിക്കലും കൈവിടത്തില്ല, അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറയാൻ ട്ടോ. പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് ട്ടോ. അവിടെ ആയിട്ട് ജയനിർമ്മല ഭയങ്കര സന്തോഷത്തിലാണ്. അവർ ദേവന് ചായ കൊണ്ട് കൊടുക്കുക, ഇനി എന്തെങ്കിലും ഫുഡ് വേണോ, അങ്ങനെയൊക്കെ ഭയങ്കര സന്തോഷത്തോട് അന്വേഷിക്കാൻ. അപ്പോൾ ദേവൻ ചോദിക്കുന്നത്, നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം? ജയ പറയാണ്, സൂര്യ വിളിച്ചിരുന്നു. സൂര്യ ബുദ്ധിപൂർവ്വം ഇടപെട്ടത് കൊണ്ട് അവർ കേസിൽ ഒട്ടും കുടുങ്ങി, മനസ്സിലായില്ല എന്ന് പറയേണ്ടത്. അപ്പോൾ ജയ പറയുന്നുണ്ട്, മാനസയെ നിർബന്ധിച്ച് കൃത്രിമ ഗർഭധാരണം നടത്തിയെന്ന് പരാതി കൊടുത്തതല്ലേ അജയനും പ്രസീതയും ആ മധുറ വക്കീലും കൂടി? എന്നിട്ടോ അവസാനം സൂര്യയുടെ കുഞ്ഞിന്റെ അച്ഛൻ സൂര്യയാണ് തന്നെ സൂര്യക്ക് സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ ദേവൻ ചോദിക്കുന്നു, ഇതെങ്ങനെ പൂർത്തിയാകും? അത് ഭാനുടെയും സൂര്യയുടെയും കുഞ്ഞാണ് മാനസയുടെ വയറ്റിൽ വളരുന്നതെന്നും സരോഗസി വഴിയാണെന്നും അല്ലേ അപ്പോൾ ജയ പറയുന്നുണ്ട്, അതല്ലേ, അത് ആർക്കും അറിയാത്ത സത്യമല്ലേ? ഇപ്പോൾ മാനസയുടെയും സൂര്യയുടെയും കുഞ്ഞാണ് എന്നല്ലേ കമ്മീഷന് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് ദേവൻ ആകെ ഷോക്കായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ. ദേവൻ പറയുന്നുണ്ട്, ജയ നീ എന്തൊക്കെ ഈ പറയുന്നത്? ഇത് ഭാവനോട് ചെയ്യുന്ന ചതിയല്ലേ?
ജയ നിനക്ക് എങ്ങനെ ഈ വാർത്ത കേട്ട് സന്തോഷിക്കാൻ തോന്നുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയ ചോദിക്കുന്നു, പിന്നെന്താ ഞാൻ കരയണം? ഞാൻ കാണിച്ചത് മണ്ടത്തരമാണെങ്കിലും ഇപ്പോൾ എല്ലാം ഓക്കെ ആയില്ലേ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഭാവനയെ ഒറ്റപ്പെടുത്തണമെന്നാണോ? ഇപ്പോൾ നിയമപരമായി നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിലും വനിതാ കമ്മീഷനിലും മാനസയുടെ കുഞ്ഞിന്റെ അച്ഛൻ സൂര്യയാണ്. ഇവിടെ മാനസക്ക് ഒരു റോളുമില്ല എന്ന് പറഞ്ഞ് ജയ പുഞ്ചിരിക്കുകയാണ്. ദേവൻ പറയുന്നത്, നിന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി, അവരാരും കേൾക്കണ്ട. അപ്പോഴേക്കും ഭാവനയും മാനസയും സൂര്യയും എത്തുന്ന വണ്ടിന്റെ ഹോണടി കേൾക്കിട്ട് അവിടെ വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ജയ അങ്ങോട്ടേക്ക് ഓടുകയാണ് കേട്ടോ. അകത്തെ കയറി വരുന്ന മാനസയോട് ജയ ചോദിക്കുന്നു, എന്താ മോളെ, എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു അല്ല? സൂര്യയുടെ മുഖത്തെ നോക്കുമ്പോൾ അല്പ വിഷമം കാണുന്നുണ്ട്. എന്താ കുഞ്ഞിന്റെ അച്ഛൻ നീ ആണെന്ന് പറഞ്ഞ വിഷമമാണോ നിന്റെ മുഖത്ത്? അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അമ്മ കാരണം ഇന്ന് വനിതാ കമ്മീഷന് മുന്നിൽ ഞാൻ നിന്ന് ഉരുകുകയായിരുന്നു. ഭാവനയുടെ സ്ഥാനത്ത് മറ്റേ സ്ത്രീ ആണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഭാവന ആന്റി എന്ന് പറയാൻ നിൽക്കും. മൈൻഡ് ചെയ്യുന്നില്ലടോ ജയ. എന്നിട്ട് മാനസൊരു മോളിന്ന് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. വീണ്ടും ഭാവന ആന്റി എന്ന് വിളിച്ച് സംസാരിക്കാൻ നിൽക്കും. ഒരാൾ സംസാരിക്കുന്നത് നീ കണ്ടില്ല, അതിനിടയ്ക്ക് കയറി സംസാരിക്കുന്നോ എന്ന് പറഞ്ഞ് ഭാവനയെ വഴക്ക് പറയട്ടെ ജയ. എന്നിട്ട് മാനസയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവാണ്. ഭാവനയ്ക്കായിട്ട് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവാണ്. ജയയുടെ പിന്നാലെ ചെന്നിട്ട് ദേവൻ ചോദിക്കും, നീ എന്തിനുള്ള തുടക്കമാണ്? നീ എന്തിനാ ഭാവനയെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നത്? എന്നിട്ട് മാനസയോട് പറയുന്നത്, മോളെ മാനസ, എല്ലാം ഞാൻ അറിഞ്ഞു, പക്ഷെ ഇതൊന്നും പുതിയൊരു അദ്ദേഹത്തിനുള്ള തുടക്കമായിട്ടാണ് നിന്റെ ആന്റി കാണുന്നത്. എന്നിട്ട് ജയയോട് പറയുന്നത്, ഭാവനയോട് നീ എങ്ങനെ നെറുകേട് കാണിച്ചു? ആദ്യം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞാനായിരിക്കും, നോക്കിക്കോ എന്ന് പറയാൻ കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ജയ ആകെ ഷോക്കാവും. എന്നിട്ട് ദേവേട്ട എന്ന് പറഞ്ഞ് ദേവന്റെ പിന്നാലെ പോവാണ്. മാനസ അകത്തേക്ക് പോവാൻ കേട്ടോ. സൂര്യ മുകളിലേക്കും കയറി പോവാൻ. ആ സമയത്ത് ഭാവന അവിടെ ഒറ്റക്ക് നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അവൾ കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറി പോയി ബെഡിലിരുന്ന് പൊട്ടിക്കരയാൻ കേട്ടോ. സൂര്യ പറയുന്നുണ്ട്, ഭാവന നിനക്ക് നമ്മെ നന്നായിട്ട് അറിയില്ല, നീ വിട്ടേക്ക്. ഭാവന പറയുന്നുണ്ട്, കണ്ടില്ലേ ആന്റി എത്ര സന്തോഷത്തോടു കൂടിയാണ് മാനസയെ വരവേറ്റത്. സൂര്യ എല്ലാം വിളിച്ചു പറഞ്ഞത് കൊണ്ട് വളരെ ടെൻഷനായിരിക്കുമെന്നാണ് ഞാൻ കരുതി. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, അമ്മയുടെ കാര്യം നീ വിട്ടേക്ക് ഭാവന. വനിതാ കമ്മീഷന്റെ മുന്നിൽ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സമ്മതിക്കേണ്ടി വന്നത് എന്ന് എനിക്കും നിനക്കും മാനസക്കും നന്നായിട്ട് അറിയാമല്ലോ. അത് മതി എനിക്ക് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഭാവനയെ ആശ്വസിപ്പിക്കുകയാണ് സൂര്യ. പിന്നീട് കാണിക്കുന്നത് പ്രസീതയും അജയനും ചേർന്നിട്ട് അനിരുദ്ധനെ കാണാൻ കേട്ടോ. എന്നിട്ട് ഇന്നലെ വനിതാ കമ്മീഷൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയാണ്. എങ്ങനെയായാലും ആ മധുരാം വക്കീലിനെ പരിചയപ്പെടാൻ കഴിഞ്ഞ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് തന്നെ അവരോട് പകയുള്ളത് കൊണ്ട് ഞങ്ങളുടെ കേസിന്റെ കാര്യത്തിൽ കൂടുതൽ എളുപ്പമായി. അദ്ദേഹത്തെ കൂടുതലൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല. ഭാവനക്കും സൂര്യക്കുമെതിരെ എങ്ങനെ കരുക്കൾ നീക്കാവോ ആ രീതിയിൽ തന്നെ അദ്ദേഹം നീക്കി. തക്ക സമയത്ത് അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റി. ഈ കേസിൽ ജയിക്കുമെന്ന് അദ്ദേഹം പൂർണ്ണ ഉറപ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ വിജയിക്കുകയും ചെയ്തു എന്നൊക്കെ അജയൻ പറയാൻ. അനിരുദ്ധൻ പറയുന്നുണ്ട്, എനിക്കറിയാം മധുരാം വക്കീലിനെ, അവർക്ക് ആദ്യം തന്നെ അവരോട് പകയുള്ളതായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ അവരെ പരിചയപ്പെടുത്തി തന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. അജയൻ പറയുന്നുണ്ട്, ഇനിയല്ലേ നമ്മൾ കളിക്കാൻ പോകുന്നത്. എന്റെ മകൾ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ സൂര്യയാണ് എന്നാണ് അവർ സമ്മതിച്ചിരിക്കുന്നത്. എങ്ങനെയായാലും ഭാവനയെ സൂര്യൻ കൊടുക്കണമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ മനഃപൂർവ്വം ഈ കേസ് കൊടുത്തത്. ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് തല തിരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിലും എന്റെ മകൾക്ക് അതൊരു ഗുണം തന്നെയാണ്. അന്ന് നടക്കാതെ പോയ വിവാഹം ഇനി എത്രയും പെട്ടെന്ന് നടത്തിയെടുക്കണം, അതാണ് എന്റെ ആഗ്രഹം. സൂര്യയെ സ്വന്തമാക്കാൻ അവൾക്ക് കിട്ടിയ ഒരു അവസരമാണിത്. അതിന് നിന്റെ മകൾ ഇതിനെല്ലാം കൂട്ടു നിൽക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ അനിരുദ്ധ. അവളുടെ മനസ്സ് അന്നത്തെക്കാളും എത്രയോ മാറി. അവളിപ്പോൾ അവൾക്കൊപ്പമല്ലേ. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. ഞാൻ ഈ വിവാഹം നടത്തി അടങ്ങി നിൽക്കൂ എന്ന് പറയാണ്. ഇനി എന്റെ എല്ലാ ശ്രമങ്ങളും അതിനു വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുമ്പോൾ അനിരുദ്ധൻ പറയാണ്, അജയ നീ ധൃതി പിടിക്കാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ സാവകാശം ആലോചിച്ച് തീരുമാനിച്ച് തന്നെ കരുതി തന്നെ വേണം മുന്നോട്ട് കാലുവെക്കാൻ. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എടുത്തുകയുള്ളൂ. അല്ലാതെ എടുത്തുചാട്ടം കൊണ്ട് നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. അപ്പോൾ അതേ എന്ന രീതിയിൽ പ്രസീതയും തല കുലുക്കുന്നുണ്ട് കേട്ടോ. അജയൻ പറയുന്നുണ്ട്, ഭാവനയെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പുറത്താക്കണം. എന്നേക്കുമായിട്ട് അവളെ അവിടെ നിന്നും പടിയിറക്കി വിട്ടാൽ ഇനി എനിക്ക് സമാധാനമാകൂ. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എൻ്റെ മകൾക്ക് ഒരു കോടീശ്വരനെ തന്നെയല്ലേ വിവാഹം കഴിക്കാൻ പറ്റുന്നത്. രണ്ടാം ഘട്ടമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്നൊക്കെ പറയാൻ. അനിരുദ്ധൻ പറയാണ്, അത് തന്നെയാണ് എൻ്റെയും അമ്പയുടെയും ആഗ്രഹം. ഭാവന അവൾ എങ്ങനെയെങ്കിലും തകരണം. അവൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയ നമ്മൾ പകുതി വിജയം കണ്ടു എന്നാണ് അർത്ഥം. പിന്നെ നമുക്ക് എന്തും ചെയ്യാമല്ലോ എന്ന് പറയാൻ. പക്ഷെ നമ്മളെല്ലാം സൂക്ഷിച്ചു വേണം ചെയ്യാൻ. കാരണം ഇപ്പോൾ ആ വിജയപത്മനും ജാനകിയും അവളോടൊപ്പമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്നൊന്നും കാര്യം ഈസി ആയിട്ട് നടത്താൻ പറ്റില്ലല്ലോ എന്ന് പറയാണ്. ഇത് അവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം ചിരിക്കാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ്. അവിടെ മാനസ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി ചെല്ലാൻ കേട്ടോ. ഹാളിലെത്തിയതും അവൾക്ക് തലക്കറക്കം പോലെ എന്തൊക്കെയോ അസ്വസ്ഥതകൾ സംഭവിക്കുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ വീഴാൻ പോകുന്നത് പോലെ തോന്നിയപ്പോൾ അവിടുത്തെ സോഫയിൽ കയറിയിരിക്കാൻ. അപ്പോഴേക്കും ജയ അത് കണ്ടിട്ട് ഓടി വരികയാണ്. മാനസ മോളെ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ ശബ്ദം കേട്ടിട്ട് ഭാന അവിടെ എത്തുന്നുണ്ട് കേട്ടോ. എന്താ മാനസ, എന്താ നിനക്ക് എന്ന് പറയാണ്. എന്താണെന്ന് അറിയില്ല ആന്റി, തലക്കൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത, എനിക്ക് തല കറങ്ങുന്നത് പോലെയൊക്കെ തോന്നുകയാണ് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഭാവന, നീ ഇവിടെ ഇരിക്കും, ഞാൻ വേഗം വെള്ളം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഓടി വരികയാണ് കേട്ടോ. വെള്ളം കുടിച്ചതും മനസ്സക്ക് അല്പമൊക്കെ ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പോഴെങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ മാറി ആന്റി,
എന്തായാലും ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണണം. അന്ന് 1 മാസം കഴിഞ്ഞിട്ടല്ലേ ചെക്കപ്പിന് വരാൻ പറഞ്ഞത്. ഇതിപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയണമല്ലോ എന്നൊക്കെ പറയാൻ ട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ആന്റി വിഷമിക്കാതെ, ഇതൊക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നത് പതിവല്ലേ, നമുക്ക് നോക്കാം, ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെ അല്ലേ എന്ന് പറയാണേ. അപ്പോൾ ജയ പറയാണ്, ഭാവന അങ്ങനെ പറയരുത്, ഇത് സാധാരണ ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന പോലെയല്ലല്ലോ, ഇവളുടേത് സാധാരണ ഒരു ഗർഭമല്ലല്ലോ എന്നൊക്കെ പറയാണ്. എന്തായാലും മോളിലെടുക്ക്, ഞാൻ എന്തെങ്കിലും ഭക്ഷണം എടുത്തുകൊണ്ട് വരാം, ചിലപ്പോൾ ഫുഡ് കഴിക്കാത്തതിൻ്റെതാകും എന്നൊക്കെ പറഞ്ഞിട്ട് ജയ ഭക്ഷണം എടുക്കാൻ വേണ്ടി പോവാൻ ട്ടോ. ആ സമയത്ത് ഭാവനയോട് മാനസ പറയുന്നുണ്ട്, ഭാവന നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് എനിക്കറിയാം. എന്നെ നീ കൂടെ നടന്ന് പരിചരിക്കുമ്പോഴും ആശ്വസിപ്പിക്കുകയും നിന്റെ ഉള്ളിൽ വിങ്ങുകയാണെന്നും എത്രമാത്രം നിന്റെ ഉള്ളിൽ വേദന നീറുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സോറി ഭാവന, ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചില്ല. ആന്റി നിന്നോട് ഇപ്പോൾ കാണിക്കുന്ന ഈ അവഗണനയൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എല്ലാം റെഡിയാകും, ഈ കുഞ്ഞൊന്ന് പിറന്നോട്ടെ എന്നൊക്കെ പറയാൻ ട്ടോ മാനസ. മാനസ, നീ അങ്ങനെയൊന്നും വിഷമിക്കാതെ, എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നുമില്ല. എല്ലാം എനിക്കറിയില്ലേ ആന്റിയെ, എനിക്ക് നന്നായിട്ട് അറിയില്ലേ, ഇതിനും മുൻപ് ഇതിലും ക്രൂരമായിട്ടായിരുന്നില്ലേ ആന്റി എന്നോട് പെരുമാറിയത് എന്നൊക്കെ ഭാവന പറയാൻ ട്ടോ. എന്നിട്ട് മാനസയുടെ കൈ ഭാവന ചേർത്ത് പിടിച്ച് അവളെ നോക്കി നിൽക്കുകയാണ്.